നമസ്കാരം. ഓരോ നാടിനും പറഞ്ഞു തരാനും പാടിത്തരാനും വിചിത്രവും വിശിഷ്ടവുമായ അനേകം കഥകളും പാട്ടുകളുമുണ്ട്. ഗ്രാമമുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഓർമ്മച്ചെല്ലം തുറന്ന് വെറ്റിലത്തേൻ പുരണ്ട് പകർന്നു തരുന്ന ആ നാട്ടറിവുകളിലേക്ക് ഒരു തീർത്ഥയാത്ര. നാടിനെ അറിയാൻ കാണുക നാട്ടുപൈതൃകം. അവതരണം ഡോക്ടർ RC കരിപ്പത്ത്. ഐങ്കൊടിക്കമ്മാളർ എന്ന് കേരളോൽപ്പത്തിയിൽ പരാമർശിക്കുന്ന ശില്പജാതിക്കാർ കേരളീയ ജീവിതത്തിനും സംസ്കാരത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകിയ സമൂഹമാണ്. ഇവർ ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ 5 മുഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ച 5 ഋഷി പരമ്പരക്കാരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മയനിൽ നിന്ന് ആശാരിയും, മനുവിൽ നിന്ന് കൊല്ലനും, ത്വഷ്ടാവിൽ നിന്ന് മൂശാരിയും, വിശ്വജ്ഞനിൽ നിന്ന് തട്ടാനും ഉത്ഭവിച്ചു എന്നാണ് ഐതിഹ്യം. മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും രാജകൊട്ടാരങ്ങളും പാരമ്പര്യ വിധിപ്രകാരം കമനീയമായി നിർമ്മിക്കാൻ കഴിവുറ്റവരാണ് ആശാരിമാർ. വിശ്വവിസ്മയം തീർത്ത് നൂറ്റാണ്ടുകളായി കേരളീയ മനസ്സുകളിൽ ആരാധ്യ പദവി നേടിയ പറയിപെറ്റ പന്തിരുകുലത്തിലെ ഉളിയന്നൂർ പെരുന്തച്ഛൻ്റെ പരമ്പരക്കാരാണ് നമ്മുടെ ആശാരിമാർ. മരം ചെത്തിയും കൂട്ടിച്ചേർത്തും പണി ചെയ്യുന്നവനാണ് ആശാരി എന്ന് വിശ്വവിജ്ഞാനകോശം വിവരിക്കുന്നു. കോവിലും കോവിലകങ്ങളും മഹാക്ഷേത്രങ്ങളും രാജകൊട്ടാരങ്ങളും പണിയുവാൻ തമ്പുരാക്കന്മാർ അതുപോലെ പ്രഭുക്കന്മാർ കൂട്ടിക്കൊണ്ടുവന്ന ആശാരിമാർക്ക് അവർ തന്നെ അതത് പണിയിടങ്ങളിൽ തന്നെ സ്ഥിരമായി പാർക്കാൻ അവകാശം നൽകിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കോലത്തുനാട്ടിലെ തച്ചന്മാർക്ക് നിർമ്മാണ വൈദഗ്ധ്യം മുൻനിർത്തി തളിപ്പറമ്പ് ശിവക്ഷേത്രത്തിലെ കൊട്ടുംപുറത്ത് വെച്ച് ബിരുദനാമങ്ങൾ സമ്മാനിച്ചു വന്നതായി നമ്മുടെ പഴമക്കാർ രേഖപ്പെടുത്തുന്നു. പേരിനോടൊപ്പം ഇവർക്ക് രാജനാമവും പതിച്ചു നൽകിയതിൽ നിന്ന് രാജാക്കന്മാർക്ക് ഇവരോടുള്ള പ്രിയം എത്ര വലുതായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. രാമൻ ഉദയവർമ്മൻ, ശങ്കരൻ കേരളവർമ്മൻ, കൃഷ്ണൻ വിശ്വകർമ്മൻ എന്നീ പേരുകൾ പഴംതലമുറയ്ക്ക് പരിചിതമാണ്. തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിന് വീണ്ടും ലഭിക്കുന്ന പദവിപ്പേരാണ് മേലാശാരി എന്നത്. ചീർമ്പയെയും പൂമാലയെയും ആരാധിച്ചു വരുന്ന ഇവരുടെ പ്രധാന ദൈവതം നെടുവാലിയൻ ദൈവമാണ്. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പാരമ്പര്യ ഘടകങ്ങളും വാസ്തുവിദ്യയിൽ ഉൾക്കൊള്ളുന്നു. വാസ്തു എന്നാൽ ഭൂമി എന്നർത്ഥം. ഈശാനുകോണിൽ ശിരസ് വെച്ച് നിരുതികോണിൽ കാലുവെച്ച് കിടക്കുന്ന വാസ്തുപുരുഷനെ തൃപ്തിപ്പെടുത്തുന്ന ചടങ്ങാണ് കുറ്റിയടിക്കൽ. ഗൃഹപ്രവേശനാദി കർമ്മങ്ങൾക്കുള്ള വാസ്തു പൂജകൾ. ദാരുവിൽ കലാവിസ്മയം വിരചിക്കുന്ന സമ്പന്നമായൊരു പാരമ്പര്യത്തിന്റെ നേരവകാശികളാണ് ആശാരിമാർ. ദാരു എന്നാൽ മരം എന്നർത്ഥം. ഈ ദാരുക്കളിലെ ശില്പങ്ങളാണ് ദാരുശില്പങ്ങൾ. കേരളക്കരയിലെ മഹാക്ഷേത്രങ്ങളും രാജകൊട്ടാരങ്ങളും കമനീയമായ ശില്പകലകളാൽ പ്രശസ്തങ്ങളായത് പേരറിയാത്ത അനേകം ആശാരിമാരുടെ ധ്യാന തപസ്യകളുടെയും ആത്മസമർപ്പണത്തിൻ്റെയും സൽഫലങ്ങളായാണ്. ഉണ്ടാക്കാൻ തയ്യാറായ തമ്പുരാനെ താളിയോലയും ചെപ്പേടുകളും പേരെടുത്തു പറയുമ്പോൾ ആ മഹാശില്പിയുടെ പേര് കുറിച്ചിടാൻ മറന്നുപോയവരായിരുന്നു നമ്മൾ.
പക്ഷേ അതോർമ്മയിൽ കുറിച്ചിട്ട് വെറ്റിലെത്തേൻ പുരട്ടി വിളിച്ചു പറയാൻ അവരുടെ പിന്മുറക്കാരുണ്ട്, പഴന്തലമുറക്കാരുണ്ട്. വടക്കൻ കേരളത്തിന്റെ ദാരുശില്പ പാരമ്പര്യം ആരംഭിക്കുന്നത് പരിയാരത്തെ കോക്കാംവളപ്പിൽ ചാത്തുമേലാശാരിയിൽ നിന്നാണത്രേ. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ വാതിൽമാട നിർമ്മിതിയിലൂടെ മേലാശാരി എന്ന പദവി നേടിയ ഇദ്ദേഹം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും വടകര പുറമേരി ക്ഷേത്രത്തിലും തീർത്ത ശില്പവേലകൾ പുതിയ തലമുറയ്ക്ക് ഇന്നും ഒരു വിസ്മയമാണ്. പയ്യന്നൂർ ക്ഷേത്രച്ചുമരിലും തൃച്ചംബരത്തും കാസർഗോഡ് അനന്തപുരത്തും കോടോത്തും ഏച്ചിക്കാനത്തും ആരോത്തും പുരാണകഥാവിസ്മയം വിരിയിച്ച മറ്റൊരു പരിയാരം ശില്പിയായിരുന്നു കുണ്ടിലവളപ്പിൽ ചാത്തു മേലാശാരി. തുടർന്ന് KV ഗോവിന്ദൻ ഉദയവർമ്മൻ, രാംബേത്ത് മാധവൻ ഉദയവർമ്മൻ, രാമൻ രവിവർമ്മൻ, അദ്ദേഹത്തിന്റെ മകൻ ശങ്കരൻ ആചാരി തുടങ്ങിയവർ പരിയാരം ശില്പ പാരമ്പര്യം ഉന്നതിയിലേക്കുയർത്തിയ സർഗപ്രതിഭകളായിരുന്നു. കർണാടകം മുതൽ കടത്തനാട് വരെ ദേവതാലയങ്ങളിലും മനുഷ്യാലയങ്ങളിലും ചിത്രശില്പങ്ങളുടെ അസ്തമിക്കാത്ത വിസ്മയങ്ങൾ ഒരുക്കിയ 3 പ്രഗത്ഭ സഹോദരന്മാരുണ്ടായിരുന്നു ഇവിടെ ഈ പരിയാരത്ത്. രാംബേത്ത് കേശവൻ വെളിച്ചപ്പാടിന്റെ മക്കൾ ശങ്കര രവിവർമ്മൻ, മാധവ കേരളവർമ്മൻ, കേശവ രവിവർമ്മൻ, ചാത്തു ഉദയവർമ്മൻ എന്നിവരായിരുന്നു അത്. ഒരു പുരുഷായുസ് മുഴുവൻ കാവുവട്ടങ്ങളിൽ കിംപുരുഷനും ദേവതാരൂപങ്ങളും തെയ്യക്കോലങ്ങളും ദാരുപ്രതിഷ്ഠകളും തീർത്തുവെച്ച് ആയിരങ്ങൾക്ക് ആരാധ്യനായി കടന്നുപോയ മഹാപ്രതിഭയായിരുന്നു പരിയാരം ചാത്തു കേരളവർമ്മൻ. ദശാവതാരവും ബാലിസുഗ്രീവ യുദ്ധവും സന്താനഗോപാലവുമൊക്കെ ആ മിന്നുളിയിലൂടെ വാർന്നു വീണത് ഇന്നും വിസ്മയമായി നിലകൊള്ളുകയാണ്. ചാത്തു കേരളവർമ്മൻ കൈവച്ചനുഗ്രഹിച്ച പുതിയ തലമുറയിലെ അതുല്യ ശില്പിയാണ് പരിയാരം KV പവിത്രൻ. പഴയകാല കേരളത്തിൽ പരിയാരം ശില്പിമാരെന്ന് കേട്ടാൽ വളരെ പ്രസിദ്ധരാണ്. കൊത്തുവേലകളിൽ അതുപോലെ തന്നെ ദാരുശില്പങ്ങളിലൊക്കെ തന്നെ വളരെ പ്രസിദ്ധരായ ആളുകൾ താമസിച്ച ഒരു പ്രദേശമാണ് പരിയാര പ്രദേശം. പരിയാരത്തെ ഒരുപാട് ശില്പികളെ ഇതേപോലെ തന്നെ തളിപ്പറമ്പ് കൊട്ടുംപുറത്ത് വെച്ച് പെരുന്തച്ഛന്മാരെന്നും ശില്പികളെന്നും പേരിട്ടിട്ട് അവർക്ക് ബിരുദം വീരചങ്ങലയൊക്കെ കൊടുത്ത കഥയുണ്ട്. ആ പരിയാരൻ ശില്പിമാരിലെ ഒരു ഇളം തലമുറയാണ് ശ്രീമൻ പവിത്രൻ. അതിന്നും ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോരുന്ന പവിത്രന് ഈ പുതിയ ദാരുശില്പ സങ്കേതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാം മനസ്സിലടക്കി മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തൻ്റെ കൺമുമ്പിൽ തെയ്യരൂപങ്ങളും പുലിയുടെ രൂപം ഒക്കെ അതിങ്ങനെ കടന്നു വരികയല്ലേ. ആരാണ് പവിത്രൻ്റെ ഗുരുനാഥൻ? ഇതിന് എങ്ങനെയാണ് തൻ്റെ ജീവിതം താങ്കൾ ഒഴിഞ്ഞു വെച്ചത്? അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. ഞാൻ ഈ പണിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഏകദേശം 15-ാമത്തെ വയസ്സിലാണ്. 15-ാമത്തെ വയസ്സിൽ പിന്നെ നമ്മൾ ഗുരുനാഥൻ ചാത്തു കേരളവർമ്മൻ വളരെ പ്രസിദ്ധനായ ശില്പി. കാരണം കലയെ അത്രമാത്രം അടുത്ത കാലത്ത് സ്നേഹിച്ച ഒരു മനുഷ്യൻ വേറെ ഇല്ലയെന്ന് തന്നെ പറയണം. അത്രയ്ക്കും അയാളെ അവസാന കാലഘട്ടത്തിലും ഈ കലയെ നിലനിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചൊരു അസാമാന്യ ഒരു മനുഷ്യൻ തന്നെ വിശേഷിപ്പിക്കാം. എന്നിട്ട് 15-ാമത്തെ വയസ്സിൽ ആദ്യമായി നമ്മളെ ഗുരുനാഥൻ്റെ ഈ കശുവണ്ടി തോട്ടമില്ല ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറക്കാൻ പോകുമ്പോൾ കൂടുതലായിട്ട് ഈ കലയോടുള്ളൊരു സ്നേഹം ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു നിമിത്തം എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മളൊരു ജ്യേഷ്ഠൻ ഹരിദാസൻ അവർ നമ്മൾ രണ്ടാളാണ് ആദ്യം ഇതിലേക്ക് പ്രവേശിക്കുന്നത് കൊത്തുപണിയിൽ. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ അവൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം അവൻ്റെ അനുജൻ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഏകദേശം എൻ്റെ 15-ാമത്തെ ആ വയസ്സിലും കൊത്തുവേല അത്ര സജീവമായിട്ട് ഇല്ലാത്തൊരു സമയമാണ്, സീസണലായിരുന്നു. എന്നാൽ കൂടി എന്തോ ഒരു പിൻബലം എനിക്കുണ്ടായിരുന്നു ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പം കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ആണെങ്കിൽ രാവിലെ കൊത്തുവേലക്ക് പോകും, രാവിലെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം. അങ്ങനെ പരമാവധി ഇതിനോടുള്ളൊരു അമിതമായിട്ടൊരു താല്പര്യം
ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒരു 80ഓളം കീർത്തിമോഹൻ തന്നെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളായിട്ട് ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ കാവുകൾക്കും മിക്കതും ചാത്തുകേരളവർമ്മന്റെ കൈമാറി പതിഞ്ഞതാണ്. അപ്പൊ തുടർന്ന് ഇപ്പോ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒരുപാട് കാവുകളിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ രൂപങ്ങളാണ് ഈ കാണുന്നത്. അതെ അതെ, ഇതിപ്പം വടകര അങ്ങോട്ടുള്ള ഭാഗത്തേക്കില്ല, കർണാടക സ്റ്റേറ്റിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അപൂർവമായിട്ട് കിട്ടിയൊരു ഒരു ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പ്രതിഷ്ഠേരെ മൂലബിംബത്തിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ കിരാതമൂർത്തിയിലെ ഏകദേശം 4 അടി വലിപ്പമുള്ള വിഗ്രഹം, കിരാതമൂർത്തിയുടെ. ഒന്ന് മട്ടന്നൂർ തെരൂർ വേട്ടക്കരുമൺ ക്ഷേത്രത്തിൽ, പിന്നെ പെരുമ്പടവ് തലവിൽ തൃപ്പണിക്കുന്ന് ശിവക്ഷേത്രത്തിലൊരു കിരാതം. അതെന്ന് വെച്ചാൽ പിന്നെ അടുത്ത കാലത്ത് ആരും മരത്തിൽ ദാരുവിൽ ചെയ്തിട്ടില്ല. അത് 4 അടി ഹൈറ്റ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 3-4 മാസമായിട്ട് അതിൻ്റെ കടച്ചാട്ടെല്ലാം കഴിഞ്ഞിട്ട്. ചാത്തുകേരളവർമ്മൻ ഈ രംഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ആദ്യം കൊത്താൻ വേണ്ടി പറഞ്ഞിരുന്നത് ഏത് രൂപങ്ങളൊക്കെ ആയിരുന്നു? ആദ്യം നമ്മ അച്ചപ്പന്നാ വിളിക്കില്ല, നമ്മളെ കാരണവറാണ് അച്ചപ്പന്ന. അച്ചപ്പൻ ചെയ്ത കൊത്തിയിട്ട സാധനങ്ങൾ ആദ്യം അതിൻ്റെ മുകൾ വശത്തെ കൂടെ മിനുസപ്പെടുത്തി വെക്കാൻ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പിന്നെ നമുക്ക് കൂടുതൽ അതിനനുസരിച്ചിട്ട് പണി കൊണ്ടുപോയി. അത് അച്ചപ്പൻ ചെയ്ത വർക്ക് നമ്മൾ മിനുസപ്പെടുത്തി വരലാണ് സാധാരണ ചെയ്യാറ്. പിന്നെ കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ താലമാനങ്ങൾ, അങ്ങനെ ഇപ്പം കുറച്ച് നശിച്ചു വന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം അപൂർവമായിട്ട് ഒക്കെ അറിയുന്ന കുറച്ച് സംഗതികൾ അച്ഛൻ പറഞ്ഞതിനായിരുന്നു. കൃത്യ അളവാണ് ഈ താലമാനം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിരുവപ്പൻ ആ കിട്ടുന്ന ആള്, തിരുവപ്പന രൂപം കിട്ടുന്ന ആള്, ആ ആളെ അതിനാണ് നമുക്ക് അളവ്. ഇപ്പോൾ വിഗ്രഹമായാലും പ്രതിഷ്ഠയായാലും നമ്മ ഈ തെയ്യരൂപത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ചെയ്യുന്നെങ്കിൽ ആ തെയ്യത്തിൻ്റെ കിട്ടുന്ന ആളുടെ അളവാണ് പ്രധാനം. നമുക്കിപ്പോൾ അതിനൊരു അളവുണ്ടാവും, ഇത്ര ഒഴുകുള്ളിച്ച അളവുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കിരാതമൂർത്തിയുടെ ഒരു വിഗ്രഹം ചെയ്യുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ആ കിരീട ഒഴുകയിലെ ഭാഗങ്ങളുണ്ടാവും. ആ ഭാഗങ്ങൾ ഒരു 215 വന്നു, അത് നല്ല കണക്കാണ്. 215 യവത്തിലാണ് കൂടുതലും ഈ വിഗ്രഹത്തിന് ചെയ്യാറ്. അപ്പം അതിനെ പിന്നെ താലം, നവതാലം, ദശതാലം, അഷ്ടതാലം, അങ്ങനെ താലമാനങ്ങളുണ്ട്. 3 താലമാനങ്ങൾ. കാരണം നമ്മൾ സാധാരണ അനാട്ടമി ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടില്ല. അത് വെച്ചാൽ ഇത് ചെയ്യാനില്ല ഒരു എളുപ്പ വഴി കൂടിയാണ് താലം. അതിപ്പം കൂടുതൽ ആൾക്കാർക്ക് അത് വരുന്നത്. ഇപ്പം കൂടുതൽ ആൾക്കാരും സ്കെച്ച് ചെയ്തിട്ട് ചെയ്യുന്നത് ഇത് ചെയ്യാറ്. അത് നമുക്ക് ഈ താലമാനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലുപ്പമില്ല വിഗ്രഹങ്ങളും ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അളവ് വെച്ചിട്ട്. അത് കൈക്കിത്ര അളവ്, കാലിനങ്ങത്തിന് അളവ് വെച്ചാൽ കൂടുതലായിട്ടും നവതാലത്തിലാണ് ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത്. നവതാലത്തിൽ കാരണം വെച്ചാൽ നമ്മളൊരു നിശ്ചയിച്ച അളവിനെ 9ആയിട്ട് ഭാഗിച്ച് അതിലുള്ള അംശങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ രൂപങ്ങൾ ചെയ്യുന്നത്. 9ആയിട്ട് 10ആയിട്ടാണെങ്കിൽ 10 അംശിച്ചിട്ട് ചെയ്യാറ്, 8ആണെങ്കിൽ 8 അംശിച്ചിട്ട് ചെയ്യുന്ന രൂപങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നവതാരത്തിലാണ്. അതിപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം അത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടോ എന്ന് പറയാം. അത് ആ അളവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. ഇത് സാധാരണ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ഷേത്രക്കാർ വന്ന് സമീപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മരത്തിൻ്റെ ഒരു കണക്ക് കൊടുക്കുമല്ലോ, എങ്ങനെയാണ്, ഏതൊക്കെ മരമാണ്, എത്രയാണ് അതിൻ്റെ കണക്ക്? ഇപ്പോൾ അതിപ്പോൾ മുഖത്തിൻ്റെ ഇപ്പോൾ കിംപുരുഷ രൂപമാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്തിയിട്ടാണ് കൂടുതലായും ചെയ്യൽ ഉണ്ടാക്കല്. ഇപ്പോൾ വലിപ്പമുള്ള ക്ഷേത്രങ്ങൾ അതിനനുസരിച്ചിട്ട് അളവ് വെച്ചിട്ടാണ് ചെയ്യൽ. ഇപ്പോൾ 1 ഒരുക്കോട് 6 മുലം, 1, 2, 1, 10, 1, 9 എന്നുള്ള അളവിലാണ് ഈ മുഖത്തിൻ്റെ കിംപുരുഷ രൂപത്തിനെല്ലാം എടുക്കാറ്. പിന്നെ ഈ തെയ്യരൂപങ്ങൾക്ക് പിന്നെ അവർ നിശ്ചയിച്ചൊരളവുണ്ടാവും. ഇപ്പോൾ ക്ഷേത്രം പണിയെടുക്കുന്ന ആൾക്കാർ അതിൻ്റെ അർത്ഥം വെക്കുന്നത് അതിനനുസരിച്ച് ചെയ്യും. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വർക്കിന് കൂടുതൽ ഉപയോഗിക്കുന്നത് തേക്ക്, പ്ലാവ്. അത് ഉള്ളിലെ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നത് പ്ലാവും, പുറമേയുള്ള ഈ മുഖയാമം, കഥകളി അങ്ങനത്തെ വർക്കിന് കൂടുതലായിട്ടും
തേക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ മഴച്ചാറിൽ ഉപ്പ് കാറ്റ് ഇതിലടിച്ച് കൂടുതലും വീട് നിൽക്കുന്നത് ഈ തേക്കാണ്. പ്ലാവ് പെട്ടെന്ന് ഈ ഉപ്പ് കാറ്റും ഈ മഴച്ചാറിലടിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ സാധ്യതയില്ല പ്ലാവ്. അപ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ പ്ലാവ് ഉപയോഗിക്കൽ കുറവാണ്. വെള്ളം ഇല്ല. നമ്മൾ അത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കരിങ്കൽ പ്രതിഷ്ഠയും ദാരു പ്രതിഷ്ഠയും തമ്മിൽ വ്യത്യാസം. ഈ ദാരു പ്രതിഷ്ഠ ഉള്ള സമയത്ത് അതിനോട് ചേർന്നിട്ടൊരു വേറൊരു പഞ്ചലോകത്തിന്റെ വിഗ്രഹം ഉണ്ടാവും. അപ്പൊ അഭിഷേകം എല്ലാം ചെയ്യുന്നത് ഈ പഞ്ചലോക വിഗ്രഹത്തിനാണ് ചെയ്ത്. അത് ഇത് ചെയ്യുന്ന സാധനത്തിന് അതിന് മറ്റിലേക്ക് പോകുന്ന ഒരു വിശ്വാസം അതിലേക്ക് മാറുന്നുള്ളൂ, കിട്ടിക്കൊള്ളുന്നില്ല. അതിന് പിന്നെ ജലം പാൽ അങ്ങനത്തെ അഭിഷേകങ്ങളൊന്നും അതിനില്ല, ദാരുശില്പത്തിനില്ല. അതായത് ഒരു പ്രധാനമായിട്ടുള്ള ഘടകം അതാണ് വ്യത്യാസം. അതിന് ചാർത്തും കാര്യം മാത്രമേ ഉള്ളൂ, ഈ അലങ്കാരങ്ങൾ ചെയ്യുന്ന രീതി മാത്രം. അങ്ങനെ ഈ കരിങ്കൽ പ്രതിഷ്ഠയും ഈ ദാരു പ്രതിഷ്ഠയും തമ്മിൽ ഒരു വ്യത്യാസമാണ്. ഇപ്പോ പവിത്രന്റെ കൂടെ ഈ രംഗത്ത് ശില്പവേലയില് കുറെ പേരുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് അവർ താല്പര്യത്തോട് വന്ന് ആരൊക്കെ ഇവിടെ കണ്ടുവല്ലോ, കുറെ പേര് വളരെ ഉത്സാഹത്തോടു കൂടി ഈ രംഗത്ത് കാണുന്നുണ്ട്. അതൊരു വളരെ ആഹ്ലാദകരമായ കാഴ്ചയാണ്. അപ്പൊ ഇത്രയും ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി അവർ നിർവഹിക്കും. അവര് താല്പര്യത്തോടെ വന്നാണോ? അവര് കൂടുതൽ താല്പര്യപ്പെട്ടിട്ട് വന്ന ആൾക്കാരാണ്. വെച്ചാല് നമുക്ക് ഈ നമ്മളെ രക്തത്തിൽ ചേർന്ന അവരെ എല്ലാ രക്തത്തിലും ഈ നമ്മളെ ഈ പാരമ്പര്യത്തിന്റെ ഇത് ഈ ചേർന്നത് കൊണ്ടാണ് കൂടുതൽ അവർ ഇതിലൂടെ അടുത്തടുത്ത് വരുന്നത്. ഇത്രയും ദേവന്മാരെയൊക്കെ സൃഷ്ടിക്കുന്ന താങ്കളെ പോലുള്ള ആളുകള് നിങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോ വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല. പക്ഷെ പഴയ കാലത്ത് അത്രമാത്രം ആത്മാർപ്പണം നടത്തിയ ശില്പിമാരുണ്ടായിരുന്നു. അവർക്കൊക്കെ പവിത്രം പറയുന്ന പോലെ ദാരിദ്ര്യമായിരുന്നു അനന്തരഫലം. എന്തായിരിക്കും അതിനെ കുറിച്ച് അങ്ങനെ ഒരു ഇത് ഉണ്ടാവാൻ? അങ്ങനെ എന്നാ കേട്ടിട്ടുണ്ടോ? ഗുരുനാഥൻ തന്നെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. ദാരിദ്ര്യം കൂടുതൽ അവര് കലയെ സ്നേഹിച്ചു. കലയാണ് അവരെ ശരിയായിട്ടുള്ള ചോറ് എന്ന് പറയുന്നത്. സാമ്പത്തികത്തെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ഊണിലും ഉറക്കലും അത്രമാത്രം. വീട്ടില് എങ്ങനെ അവരെ മക്കളെ എങ്ങനെ പോറ്റുന്നു അങ്ങനത്തെ കൂടുതൽ ചിന്തകൾ ആ സ്ഥലത്ത്. ദാരിദ്ര്യത്തിന്റെ പ്രധാന ഘടകമായിരുന്നു. കലയാണ് അവര് പ്രധാന കല മാത്രം. അത് വിട്ട് അപേക്ഷിച്ച് പുതിയ കാലത്ത് ഇപ്പൊ ഒരു കിംപുരുഷ രൂപം കുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മള് പറഞ്ഞ ഒരു വില കിട്ടും ഇല്ലേ? പഴയ കാലത്ത് അങ്ങനെ കിട്ടില്ലായിരുന്നു. ഇല്ല, അവര് കൊടുത്തതായി സന്തോഷം. നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ കുത്തി കൊടുത്താല് ഒരു വേഷ്ടി അല്ലെങ്കിൽ ഒരു ആഹാരം, ഒരു പേര്, പെരുന്തച്ഛൻ എന്നൊക്കെ പെരും ശില്പി എന്നൊക്കെ പേര്. പക്ഷെ ഇന്ന് അത്തരം പേരല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ ജീവിക്കാനുള്ള അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ കലാകാരന്മാർക്ക് ഇത് നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഇത് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പം പണത്തിനനുസരിച്ച് പണിയില്ല ആ രീതിയിലേക്ക് എത്തി. അല്ല, നമ്മള് അധ്വാനിക്കുമ്പോ അതിന് കൃത്യമായ ഒരു പ്രതിഫലം കിട്ടണമെന്നുള്ളൊരു തീരുമാനവും ഒരു ചിന്താഗതിയും വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് തമ്പുരാൻ ഒന്ന് മൂടിയാൽ അതന്നെ പോയിക്കാന്ന് പറയും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു പക്ഷെ അതായിരിക്കും ഇത്രയും മഹാന്മാരായ ശില്പികളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇവര് അവസാന കാലത്ത് ഒരു നല്ല വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാതെ മരിച്ചു. ഞാൻ ഓർക്കുന്നു ഒരുപാട്. ഞാൻ ആദ്യകാലത്ത് ഇവിടെ ഗവൺമെന്റിന്റെയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നും അവരുടെ കലാചാതുര്യത്തിന് മുമ്പിൽ എല്ലാവരും അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ആരും ചോദിച്ചില്ല. ചോദിക്കില്ല. അതാണ് ഗുരുനാഥന്റെ ഏട്ടന്മാരെ കുറിച്ചെല്ലാം അറിയായിരിക്കും, സാധ്യത കഴിവായിരുന്നു. പിന്നെ ഗുരുനാഥന്റെ അച്ഛൻ കുണ്ടിവാഴപ്പ് ചാത്തുമേലാശാരി, തൃച്ചംബരം, തലപ്പുഴ തൃച്ചംബരം പാണപ്പുഴ ഒരു ദേവീക്ഷേത്രമുണ്ട്. പാണപ്പുഴ നല്ല അടെല്ലാം സാധ്യത വർക്കായിരുന്നു. പക്ഷെ അതാരും ഇന്ന ആൾക്കാരെ ചെയ്തെന്ന് പറയാൻ അറിയില്ല, ആളില്ല, അത് പറയാൻ ആൾക്കാരും ഇല്ല. അങ്ങനത്തെ അവസ്ഥയാണ്. തൃച്ചംബരത്തുള്ള വർക്കെല്ലാം സാധ്യത വർക്കായിരുന്നു. ഗുരുനാഥൻ ചെയ്ത ഒരു ശില്പം നിങ്ങളൊരു പൂജിക്കുന്ന പോലെ അതാണല്ലേ? അത് ഗുരുനാഥൻ വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ ചെയ്ത് ഉറക്കാം. 3 തലമുറക്കപ്പുറം. അതെ, അത് പിന്നെ അമ്പൂതിറമൻ എന്ന് പറഞ്ഞൊരു ആള് ചെയ്ത. അത് നമ്മളെ അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മളെ ഈ ചരിത്രത്തെ കുറിച്ച് മാഷക്ക്
ഞാൻ ലേശം മനസ്സിലാക്കിയിട്ടുണ്ട്. കൊട്ടില മുച്ചോട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഇതുണ്ട്, പ്രതിഷ്ഠ ചെയ്തതിന്റെ ആ ഒരു വരദാനത്തിന്റെ ഇതുണ്ട്. അവിടെ മുച്ചലോട്ട് ഭഗവതി ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ്, ഒരു കന്യാക രൂപത്തിലാണ്. ബാക്കി മുച്ചലോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് പരിഹാര ശില്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അത് നമ്മളെ തറവാടായിട്ട് അഭേദമായിട്ട് ബന്ധമുള്ള ഒരു വിഗ്രഹമാണ്. കാരണം വെച്ചാൽ സന്താനം ഇല്ലാത്ത അവസ്ഥ, ഈ പാരമ്പര്യം നശിക്കാനുള്ള നമ്മുടെ ക്ഷേത്രമായിട്ടും ഈ ബന്ധമുണ്ട്. 2 ജ്യേഷ്ഠന്മാർ, അതിൽ ജ്യേഷ്ഠനും പെൺമക്കളും അനുജന് മക്കളില്ല. അപ്പോൾ നമ്മളെ ഈ ക്ഷേത്രം നിലനിർത്താൻ ആൾക്കാരില്ലാത്തൊരു അവസ്ഥ വരുന്നു, ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ മുച്ചോട്ട് കാവുന്ന പൂരം കുളിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടവിലേക്ക് വരലുണ്ട്. ആ സമയത്ത് ഈ വിശ്വർമാവ് അവരുടെ സങ്കടം അവരോട് ബോധിപ്പിക്കുന്നു, ഞങ്ങൾക്ക് സന്താനമില്ല. അങ്ങനെ ആ സമയത്ത് അവർ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും നല്ലൊരു ഇത് പുത്തൻപുര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് പറയുന്നത്, ഈ സംഗതി പറയുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന വരിക്കപ്ലാവിൽ പുത്തൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് കൊണ്ടുവന്ന ദേവി വിഗ്രഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലം കഴിഞ്ഞ് ഈ പുത്രൻ ജനിച്ചു, ഈ പറഞ്ഞ അച്ഛൻ മരണപ്പെടുന്നു. അപ്പോൾ ഈ പുത്രനെ ആ ഒരു നിമിത്തം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഭണ്ണാരം പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശിരിയിലേക്ക് പോകുന്നൊരു ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അത് നിലക്കുന്നു പോകുന്നില്ല. അങ്ങനെ അവരത് പ്രശ്ന ചിന്തയിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ചെയ്യാനുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൊടുത്ത വാക്ക് അങ്ങനെ പുത്രൻ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി പോകും. അങ്ങനെ പുത്രൻ്റെ അടുത്ത് അന്വേഷിച്ചത് പിന്നെ എന്നിട്ട് അമ്മ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ പുത്രൻ ഒന്നും അറിയാത്തൊരു പുത്രൻ പച്ചോലയിൽ കിടന്നിട്ട് ഇത് ദേവി ഇത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു, ഈ വിഗ്രഹത്തിൻ്റെ കൊത്തേണ്ടതില്ല. അങ്ങനെ പിന്നെ ഈ വെളിച്ചപ്പാടെന്ന് ഈ അവർ ഈ പിന്നെ പ്ലാവിൽ കുറിയിടുന്നുണ്ട്, ഈ കൊത്തൻ്റെ പ്ലാവിൽ. അങ്ങനെ ആ പ്ലാവെന്ന് ഈ ദേവി വിഗ്രഹം ദർശനത്തിൽ കണ്ടിട്ട് കൊത്തിയെടുക്കുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ വരദാനം ഈ പാരമ്പര്യം എപ്പോഴും ഈ പരിഹാരത്ത് നിലനിൽക്കുന്നുള്ള വരം കൊടുത്തിട്ട് അതിനുശേഷമാണ് ഇത് നമ്മളിലേക്ക് ഇങ്ങനെ തലമുറ ആയത്. നിലച്ചു പോകുന്ന ആ സമയം കാണുമ്പോൾ മറ്റൊരാൾ ഉണ്ടാവുന്നൊരു ഇത് ഒരിക്കലും നിലച്ചു പോകില്ല. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ ഈ മരത്തിന് മുമ്പ് എടുത്ത് വെച്ചിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് അത് ആയിത്തീരും. അത് നമുക്ക് അതിന് മുന്നേ കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യം. കൊത്താൻ വേണ്ടി ഇരുന്നപ്പോ ഒരുപാട് ബുദ്ധിമുട്ട് ഒരിക്കലും മനസ്സ് തെളിയാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇല്ല, കുറവാണ് ആ അവസ്ഥ, വളരെ കുറവാണ്. ഇപ്പോൾ ഒന്നും അറിയില്ല കൂടി വെച്ചിരുന്നാൽ നമുക്കത് മുമ്പിൽ തെളിഞ്ഞു വരും. അത് നമ്മള് മരത്തിൽ കൊത്തിയെടുക്കുന്നതിന് മുമ്പേ കടലാസിൽ വരച്ചെടുക്കുക. കടലാസിൽ കൂടുതലായിട്ട് വരക്കൽ രീതി കുറവാണ്. മരത്തിൽ തന്നെയാണ് അതിന്റെ ചെയ്യല്. ഇതിപ്പം കനൂരിലൊരു വർക്കാകുമ്പോൾ വരച്ചിട്ട് കാര്യമില്ല. നമുക്ക് അളവ് വെച്ചിട്ട് പിന്നെ മനസ്സുകൊണ്ട് അത് പണി ചെയ്യുന്നതിന് മുമ്പേ മനസ്സിൽ പണി പൂർത്തിയായിട്ട് ഉള്ളൊരവസ്ഥ കാണണം. എന്നാൽ മാത്രം നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കൊത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ ആഴത്തിൽ വരച്ചാൽ കാണാൻ കഴിയില്ലല്ലോ. അത് കൊത്തിയിട്ട് തന്നെ അത് എടുക്കണം. അത് മനസ്സിൽ പണി തീർത്തിരിക്കണം. ഉൾക്കാഴ്ച ഈ കലയിൽ കൂടുതൽ ആവശ്യമാണ്. ക്ഷമ, ശ്രദ്ധയെല്ലാം ഉൾക്കാഴ്ച കൂടുതൽ ചെയ്യണം. മറ്റുള്ള ഈ സിമെന്റ് വർക്കിന് കൂടുതലായിട്ടും ഉൾക്കാഴ്ച ആവശ്യമില്ല. അത് വെച്ച് പിടിപ്പിച്ചിട്ട് കൊണ്ടുവന്നൊരു രീതി. ഇതിന് കൂടുതലായിട്ടും ഉൾക്കാഴ്ച കൂടുതലായിട്ടും വേണം. കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മരത്തിലെ വർക്ക്, കൂടുതലും കുറച്ച് പ്രയാസമില്ല തന്നെയാണ്. പിന്നെ ദേവീരൂപം കൂടാതെ മൃഗരൂപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാന്റെ ഒരു രൂപം കൊത്തിയിട്ടുണ്ട്, അതുപോലെ ഇപ്പൊ ഗരുഡന്റെ രൂപം കൊത്തിയിട്ടുണ്ട്. ഈ ഇതിലൊക്കെ തന്നെ വെവ്വേറെയുള്ള പണിയായുധം, ഒരേ പണിയായുധം തന്നെ ഉപയോഗിക്കുന്നത്. കൂടുതലും ഒരേ പണിയായുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വലിയൊരു നരിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പാക്കണം. ഇതിപ്പോ ഇതിന്റെ മേലെ തെയ്യത്തിന് കയറിയിരുന്ന് വലിക്കുമ്പോ ആയിരിക്കുമല്ലോ ഇത്. താഴെ ഒരു ഉരുള വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യം കയറിയിരിക്കാൻ പറ്റും. അത്രയും ഈ മരത്തിന്റെ അളവ് എങ്ങനെയാണ് നിങ്ങള് ഇത് നിശ്ചയിക്കുന്നത്? ഇപ്പൊ 1.18 നീളം. അപ്പൊ മുന്തല മുഖമായിട്ടും മുന്തല മുഖം വരും. പിന്നിലെ വശം. ഇനിയിപ്പോ അതിന് വാലൊക്കെ ഘടിപ്പിക്കാൻ വാല് ഘടിപ്പിക്കാൻ വാല് നമ്മള് അങ്ങനെ കുത്തി വെക്കണം. ആ വളവിനത്
അനക്കാൻ പറ്റുന്ന രീതിയിലാണ് അത്. അതെ അവിടെ ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറ്റും. പക്ഷെ അത് ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോയ അനുഭവം ഉണ്ടോ? ഇല്ല 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 അങ്ങനെ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. തലയന്നേരിയിലും അണീക്കരയിലും മുള്ളൂർ ചീർമക്കാവിലും പവിത്രൻ്റെ കലാവൈഭവം മിഴിവോടെ ഇന്നും നിൽപ്പുണ്ട്. പവിത്രനോടൊപ്പം വിനോദും സുധീഷും ദിനേശനും പ്രദീപനും ധനേഷും ജയേഷുമൊക്കെ ഈ പൈതൃക നന്മയുടെ വരദാനങ്ങളായി നമുക്കുണ്ട്. മരമറിയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ആശാരി. ദാരുശില്പത്തിന് മരം തിരഞ്ഞെടുക്കുമ്പോൾ വകഭേദം നോക്കണം എന്നുണ്ട്. വൃക്ഷമുഖം, സ്ത്രീ പുരുഷ നപുംസക ഭേദം എന്നിവ അദ്ദേഹം അറിഞ്ഞിരിക്കണമത്രേ. ചുവടും തലയും ഒരുപോലെ തടിച്ചത് പുരുഷമരമാകുന്നു. അഗ്രം മെലിഞ്ഞത് പെൺമരവും നടുഭാഗം തടിച്ചത് നപുംസകമരവുമാകുന്നു. വൃക്ഷമുഖം ഏത് ദിശയിലേക്കാണോ ആ ദിക്ക് മുഖമായിട്ട് വേണം ബിംബപ്രതിഷ്ഠ നടത്താൻ. നപുംസക വൃക്ഷം കൊണ്ട് വേണം പീഠം ഉണ്ടാക്കേണ്ടത്. ദേവതാരൂപങ്ങൾ നിർമ്മിക്കാൻ ജീവിച്ച് ആയുസ് തീരാറായ വൃക്ഷങ്ങളാണത്രേ സ്വീകരിക്കേണ്ടത്. ജീവനുള്ളവയാണ് മരങ്ങളെന്നും അതിനോട് അനുവാദം ചോദിച്ചു മാത്രമേ ശില്പത്തിന് മരം മുറിക്കാവൂ എന്നാണ് വിധി. മരം മുറിക്കും മുമ്പ് കുറിയിട്ട് കൊത്തിടുന്ന ചടങ്ങിന് ജന്മാശാരിമാരാണ് മുഖ്യ കാർമ്മികന്മാരാവുക. ജീവനും ജീവിതവും സമർപ്പിച്ച് ശില്പകലയ്ക്ക് പെരുന്തച്ഛന്മാരായി കാണുവർക്ക് കരളിൽ ആനന്ദവും ഭക്തി പ്രഹർഷവും പ്രദാനം ചെയ്തുകൊണ്ട് അനുസ്മരിക്കാനൊരു പേര് പോലും കൊത്തിവെക്കാതെ കടന്നുപോയ ആ ശില്പി പരമ്പരയെ നമുക്ക് മനസ്സാ നമിക്കാം.